നമസ്കാരം. ഫിസിക്സ് ആങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ പ്രിസത്തിൻ്റെ റിഫ്രാക്ഷനും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സാണ് എടുക്കാനുള്ളത്. അതായത് പ്രകാശം കടത്തിവിടുന്ന ഉപകരണങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ് അല്ലേ. നമുക്ക് കാഴ്ച വിഷൻ ഉണ്ടാവുന്നത് എന്താണ്? ലൈറ്റ് വന്ന് നമ്മുടെ ഒബ്ജക്റ്റിൽ തട്ടി അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ ഇമേജ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റെറ്റിനയിൽ ഉണ്ടാവും. റെറ്റിനയിൽ ഒപ്റ്റിക് നെർവ്സ് ഉണ്ട്, അത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ അവിടെ വിഷൻ സെൻറ്റർ ഉണ്ട് ബ്രെയിനിൽ, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും ബ്രെയിൻ ആ ഇമേജിനെ. അങ്ങനെ നമ്മൾ എത്ര അകലെയാണ് എല്ലാം വിശദമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും നല്ല ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ കണ്ണുകളാണ്. ഇനി അത് കൂടാതെ റിഫ്ലക്റ്റിംഗ്, റിഫ്രാക്റ്റിംഗ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാൻ മെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഉണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് മിറേഴ്സ്, റിഫ്ലക്റ്റ് ചെയ്യണത് മിറേഴ്സ്. ആ മിറേഴ്സ് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പല ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് കൂടാതെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, പെരിസ്കോപ്പ്, കാൽഡോസ്കോപ്പ്, ബൈനോക്കുലേഴ്സ്, പ്രിസംസ്, ലെൻസസ്, ഇതൊക്കെ എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ്. ബൈനോക്കുലേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൂരെയുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നോക്കണതൊക്കെ, അതെല്ലാം എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിലബസിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ ടെലസ്കോപ്പുകൾ മനസ്സിലായി. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പും റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പും ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ ആദ്യം നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് വെരി സിമ്പിൾ. കണ്ടു? അതായത് ഒരു ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ റീഡിംഗ് ലെൻസ്, മാഗ്നിഫയർ എന്നൊക്കെ പറയും. മാഗ്നിഫൈ നമുക്ക് അത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അക്ഷരങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലുതായി കാണാം, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാഗ്നിഫയർ എന്ന് പറയും. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് എ ഷോർട്ട് ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ്. ഒറ്റന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആയിട്ടുള്ള, ഫോക്കൽ ലെങ്ത് കുറവായിട്ടുള്ള ഒറ്റ കോൺവെക്സ് ലെൻസാണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും, ഇവിടെ ഫോക്കസ് ഉണ്ട്, ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ ഏത് ഒബ്ജക്റ്റാണോ വലുതാക്കി കാണേണ്ടത്, മാഗ്നിഫൈ ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇടയിൽ വെച്ചിരിക്കും. OB ഒബ്ജക്റ്റ്. അതിൽ നിന്നുള്ള ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ളത് കണ്ടു ലെൻസിൽ തട്ടി റിഫ്രാക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇനി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈറ്റ് റേ ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് കടന്നു പോകും. പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ. നമ്മൾ ഓൾറെഡി ഇമേജ് ഫോർമേഷൻ ലെൻസിൽ കണ്ടു കഴിഞ്ഞാണ്. ഇനി ഇത് രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടില്ല. കണ്ടോ? ഒരിക്കലും ഇതിങ്ങനെ അകന്നു പോവുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ, കണ്ടോ ബാക്കിലേക്ക്, അതാണ് കുത്തിട്ട് വെച്ചത്, ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ രണ്ട് ലൈറ്റ് റേസും ഇവിടെ കൂട്ടിമുട്ടും. കണ്ടോ? അവിടെ നമുക്ക് ഇമേജ് കിട്ടും. അപ്പോൾ ആ ഇമേജ് എങ്ങനെയാണ്? ഇമേജൊക്കെ നോക്കി നോക്കൂ. ഇത് ഒബ്ജക്റ്റ് ഇമേജ് നോക്കൂ, മാഗ്നിഫൈഡ്, നല്ലോണം വലുതാ അല്ലേ. പിന്നെ വെർച്വലാണ്. കാരണം ഈ ഒറിജിനൽ റേസ്, റിഫ്രാക്റ്റ് ചെയ്ത് പോയ റേസ് കൂട്ടിമുട്ടില്ല. അതിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഇത് കൂട്ടിമുട്ടിയത്, എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഇമേജ് വെർച്വലാണ്. പിന്നെ ഇറക്റ്റ്, നിവർന്നതാണ്. അപ്പോൾ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇറ്റ്സ് virtual, magnified, erect image is formed at the same side. അതേ സൈഡിൽ കണ്ടു. അപ്പോൾ when an object is placed between the optic center and focus, between എന്ന് പറയുമ്പോൾ നടുക്ക് വേണമെന്നില്ല, ഈ ഒപ്റ്റിക് സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള, ലെൻസിനോട് ചേർന്നിട്ടുള്ള വെച്ചാൽ മതി. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൽ നിന്നുള്ള ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ളത് ലെൻസിൽ തട്ടി റിഫ്രാക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടെ കടന്നു പോകണു. മറ്റൊരു ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നത് കണ്ടു, ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് പോകണു. ഈ രണ്ട് ലൈറ്റ് റേസ് അകന്നു പോകുള്ളൂ, ഒരിക്കലും കൂട്ടിമുട്ടില്ല.
അപ്പോൾ വെൻ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ വെൻ എക്സ്റ്റെൻഡഡ് എന്തുണ്ടാവും, ദേ വിൽ മീറ്റ് അറ്റ് ദ പോയിൻ്റ് എം. അതിനെ നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് എം എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ടിപ്പിൽ നിന്നല്ലേ വെച്ച ആരോയിന്ന്, അപ്പോൾ അവിടെ ആരോ, അപ്പോൾ അത് താഴേക്ക് വെച്ചു. അപ്പോൾ ഐ എം ഈസ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഒബിയുടെ ഇമേജാണ് എന്ത്, ഐ എം. ഇനി ആ ഇമേജ് എങ്ങനെയാണ്, വെർച്വലാണ്. കാരണം ഈ ഒറിജിനൽ റേസ് കൂട്ടിമുട്ടിയിട്ടില്ല, അതിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് കൂട്ടിമുട്ടിയത്. അപ്പോൾ വെർച്വലാണ്, മാഗ്നിഫൈഡ്. കണ്ടോ, ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ, ഇത് വലുതാ, മാഗ്നിഫൈഡ്. അപ്പോൾ വെർച്വൽ, മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് നിവർന്നത് തന്നെയാണ്. കണ്ടു, ആരോ മുകളിൽ, ഇവിടെ ആരോ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ഒറ്റ വാക്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയാൻ പറഞ്ഞാൽ, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ഓഫ് എ ഷോർട്ട് അല്ലെങ്കിൽ സ്മോൾ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ്, ഇറ്റ്സ് വെർച്വൽ, മാഗ്നിഫൈഡ്, ഇറക്റ്റ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. എന്താണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ? നമുക്കൊക്കെ കാണാനുള്ള വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ദൂരം, അതായത് നോർമൽ ഐക്ക് 25 സെൻറ്റിമീറ്ററാണ്. നമുക്കൊക്കെ നോക്കൂ, നമ്മൾ പുസ്തകം അടുത്ത് പിടിച്ച് വായിച്ചു നോക്കൂ, നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറേ അകത്തി പിടിച്ച് വായിച്ചു നോക്കൂ, അപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ നോർമലായി, ഹെൽത്തിയായി, നല്ല ആരോഗ്യമുള്ള കണ്ണുകളുടെ ഏറ്റവും കണ്ണിന് സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് വായിക്കാൻ പറ്റിയ ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്ററാണ്. അതിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ക്യാപിറ്റൽ ഡി. ലീസ്റ്റ്, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതാണ് ക്യാപിറ്റൽ ഡി, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ ഈ ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ, വെൻ എ സ്മോൾ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്, its virtual, magnified, erect image is formed at the least distance of distinct vision. ഒരു ചെറിയ ഒബ്ജക്റ്റ് കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഥ്യയായിട്ടുള്ള വളരെ വലുതായ നിവർന്ന പ്രതിബിംബം വ്യക്തമായ കാഴ്ചയ്ക്കുള്ള, അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസിൽ, അതായത് 25 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടും. അതാണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. ക്ലിയറായി? ഇനി മാഗ്നിഫിക്കേഷൻ എത്ര മടങ്ങ് വലുതായി എന്ന് കാണാൻ നിങ്ങൾക്കറിയാം. എം ഈക്വൽ ടു വി ബൈ യു അല്ലേ, ഡിസ്റ്റൻസ് ടു ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ്. ഇതല്ലേ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല. വി ബൈ യു ഈക്വൽസ് വി ഇൻറ്റു 1 ബൈ യു. വി ബൈ യുവിന് നമുക്ക് വി ഇൻറ്റു 1 ബൈ യു എന്ന് എഴുതാം. ഈക്വൽസ് വി ഇൻറ്റു, ഇനി 1 ബൈ യു എന്ന് പറഞ്ഞാൽ എന്താ, ഇനി 1 ബൈ യുവിന് നമുക്ക് എന്ത് കൊടുക്കാം നോക്കൂ, 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽസ് 1 ബൈ എഫ്. അതല്ലേ ലെൻസ് ഫോർമുല. അപ്പോൾ ഈ 1 ബൈ എഫിനെ മൈനസ് 1 ബൈ യുവിനെ അപ്പുറത്തേക്ക് എടുക്കുക, 1 ബൈ എഫിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എം ഈക്വൽസ് വി ഇൻറ്റു 1 ബൈ യുവിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, 1 ബൈ വി മൈനസ് 1 ബൈ എഫ്. ശരിയല്ലേ? 1 ബൈ വി മൈനസ് 1 ബൈ വി മൈനസ് 1 ബൈ എഫ്. നോക്കൂ, 1 ബൈ യുവിനെ അപ്പുറത്തേക്ക് എടുത്തു, 1 ബൈ എഫിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 ബൈ യു മൈനസ് 1 ബൈ യുവിനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 1 ബൈ യു ആയി. 1 ബൈ എഫ് പോസിറ്റീവ്, അതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, 1 ബൈ വി മൈനസ് 1 ബൈ എഫ്. ഇനി വി കൊണ്ട് വിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. ഈക്വൽസ് എന്ത് വരും, വി ഇൻറ്റു 1 വി ബൈ വി മൈനസ് വി ഇൻറ്റു 1 ബൈ എഫ് വി ബൈ എഫ്. ഇനി വി ബൈ വി എത്രയാ, 1 അല്ലേ, വിയും വിയിൽ വെട്ടിപ്പോയി 1. അപ്പോൾ 1 മൈനസ് വി ബൈ എഫ്. ഇനി വി എന്ന് പറഞ്ഞ ഇമേജ് എവിടെയാണ് കിട്ടണത്, ലീസ്റ്റ് ഡിസ്റ്റൻസിലല്ലേ, വി ഈക്വൽസ് ഡി ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യണത്, ഇൻസിഡൻറ്റ് റേ റൈറ്റിലേക്കാണ്. അപ്പോൾ മൈനസ് ഡി എന്ന് എടുക്കാം. അപ്പോൾ 1 മൈനസ് വിയുടെ സ്ഥാനത്ത് മൈനസ് ഡി ബൈ എഫ്. 1 മൈനസ് ഡി ബൈ എഫ് എന്താ, 1 പ്ലസ് ഡി ബൈ എഫ്. അപ്പോൾ എം ഈക്വൽസ് 1 പ്ലസ് ഡി ബൈ എഫ്. ഇതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല. എവിടെ, ഇമേജ് നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസിൽ കിട്ടുമ്പോൾ. അപ്പോൾ ഇവൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ദ മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ എഫ്. ഡി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എം ഈക്വൽസ് 1 പ്ലസ് ഡി ബൈ എഫ്. മാഗ്നിഫിക്കേഷൻ കാണാൻ വി ബൈ യു, അപ്പോൾ വി ഇൻറ്റു 1 ബൈ യു. ഇനി 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ് ആണ്. അപ്പോൾ നമുക്കിവിടെ വി ഇൻറ്റു 1 ബൈ യുവിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, 1 ബൈ വി മൈനസ് 1 ബൈ എഫ്. ഇനി വിനെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ വി ബൈ വി മൈനസ് വി ബൈ എഫ്. 1 മൈനസ്
വി ബൈ വി 1 മൈനസ് വി ബൈ എഫ്. അപ്പോൾ 1 മൈനസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് ഡി ആണ്. ഇടത്തോട്ടാണ് നമ്മൾ മെഷർ ചെയ്യണത്, ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ 1 മൈനസ് ഡി ബൈ എഫ് എന്താണ്, 1 പ്ലസ് ഡി ബൈ എഫ്. ഇനി നോക്കൂ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ ആണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവുള്ള ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കാൻ മാനുഫാക്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ ഈക്വൽ ടു 9 ആണ് കിട്ടുക. അതായത് 9 മടങ്ങ് വലുതാക്കി കാണുള്ളൂ. അപ്പോൾ ആ ചെറിയ ഒബ്ജക്റ്റിന് 9 മടങ്ങ്. അപ്പോൾ തീരെ ചെറിയ വസ്തുക്കളെയൊന്നും വലുതാക്കി കാണിക്കാൻ ആർക്ക് പറ്റില്ല, ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് റീഡിംഗ് ലെൻസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ലാബിൽ വെർണിയർ, സ്ക്രൂ ഗേജ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ റീഡിങ്സ് എടുക്കാൻ, മനസ്സിലായി, ആ റീഡിങ്സ് എടുക്കാൻ ആ വരകൾ ക്ലിയറായി കാണാൻ ഉപയോഗിക്കാം ലാബിൽ. പിന്നെ വാച്ച് മേക്കേഴ്സ്, വാച്ചിൻ്റെ ഉള്ളിലത്തെ പാർട്സ് അവർ കണ്ണുമ്പോൾ നിങ്ങൾ വയ്ക്കണ കണ്ടുണ്ടാവും ഇല്ലേ, വാച്ച് നന്നാക്കണടുത്ത് പോയാൽ കാണാം, കണ്ണും ഒരു ഇത് വച്ചേക്കണ കാണാം, ഇതാണ്. അപ്പോൾ വാച്ച് മേക്കേഴ്സ്, ജ്വല്ലറി മേക്കേഴ്സ്, ജ്വല്ലറി കല്ലുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട് ആഭരണങ്ങളിൽ, ഓർണമെൻറ്റ്സിൽ. അപ്പോൾ ജ്വല്ലറി മേക്കേഴ്സ്, വാച്ച് മേക്കേഴ്സ്. പിന്നെ ലാബിൽ റീഡിംഗ് ലെൻസ്, നമ്മുടെ ലാബിൽ വെർണിയർ, സ്ക്രൂ ഗേജിൻ്റെയൊക്കെ റീഡിങ്സ് എടുക്കാൻ, പിന്നെ റീഡിംഗ് ലെൻസായിട്ട്. പിന്നെ കൈനോട്ടക്കാർ, മനസ്സിലായ, പാം വ്യൂവേഴ്സ്, കൈനോട്ടക്കാർ, കൈയിൻ്റെ രേഖകൾ കാണാൻ കൈനോട്ടക്കാർ. അപ്പോൾ ഇവരൊക്കെയാണ് എന്തുപയോഗിക്കുക, ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക. കാരണം തീരെ ചെറിയ വസ്തുക്കളെ 9 മടങ്ങ് വലുതാക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ 2 സ്മോൾ ഒബ്ജക്ട്സ് കാനോട്ട് ബി വ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ബൈ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമ്മൾ എന്തുപയോഗിക്കും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും. ഇനി നോക്കൂ, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിൽ വെക്കുക വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ വെച്ചത്. അതിനെ നമ്മൾ ഫോക്കസിലാണ് വയ്ക്കണമെങ്കിൽ നോക്കൂ, കണ്ടു, ഒബ്ജക്റ്റിനെ ഫോക്കസിലാണ് വയ്ക്കണമെങ്കിൽ കണ്ടു, ലൈറ്റ് റേ റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിൽ കൂടെ കടന്നുപോയി. മറ്റേ ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നത് അതേപോലെ തന്നെ പോകും. നോക്കൂ, നിങ്ങൾ ഈ 2 ലൈറ്റ് റേ വലിച്ചു നീട്ടി നോക്കൂ, ഇത് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ, കണ്ടു, ഇത് രണ്ടും എപ്പോഴും പാരലൽ, അതൊരിക്കലും കൂട്ടിമുട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇമേജ് ഇൻഫിനിറ്റിയിൽ കിട്ടും. അത് കണ്ണിന് സ്ട്രെയിനാണ്, മനസ്സിലായി. പിന്നെ ഇമേജ് ഇതുപോലെ വലിപ്പം ഉണ്ടാവില്ല, ഇത്രയും വലിപ്പം കിട്ടില്ല. അപ്പോൾ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ് ഓഫ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്തുണ്ടാവും, ഇമേജ് ഈസ് ഫോംഡ് അറ്റ്. കണ്ടു, ഇതൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഈ റേസ് കണ്ടു, കൂട്ടിമുട്ടുന്നില്ല, ഇതിങ്ങനെ പാരലായിട്ട് പോകും. പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നിങ്ങൾ വലിച്ചു നീട്ടിയാലും ഇത് കൂട്ടിമുട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ, ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുക എന്താണ്, അത് കണ്ണിന് സ്ട്രെയിനെ നമുക്ക് അധികം നേരം നോക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ് നമുക്ക് എന്ത്, സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അതിൻ്റെ അപ്പുറം എവിടെയായാലും നമ്മുടെ കണ്ണിന് സ്ട്രെയിനാണ്. അപ്പോൾ ഈ കേസിൽ ഇമേജ് ഉണ്ടാവുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസിലല്ല, ഇൻഫിനിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിന് സ്ട്രെയിനാണ്. പിന്നെ ആ ഇമേജ് ഇതിൻ്റെ അത്ര മാഗ്നിഫൈഡ് ആയിരിക്കില്ല, വെർച്വലാണ് പക്ഷെ മാഗ്നിഫൈഡ് ആവില്ല. ക്ലിയർ ആയ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റ് എവിടെ വയ്ക്കണം, ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ ചെന്ന് അടുക്കുക എന്നുള്ള അർത്ഥമില്ല. ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഉള്ളിൽ, അതിൻ്റെ ആ രണ്ടിൻ്റെയും ഇടയിലായിട്ട് വയ്ക്കണം. എവിടെ വേണേൽ വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് മാഗ്നിഫിക്കേഷൻ കൂടും. അപ്പോൾ മാക്സിമം മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് എത്രയാണ്, 9 ലെസ് ദാൻ ഈക്വൽ ടു 9, 9 അതിൽ താഴെയുള്ള മാഗ്നിഫിക്കേഷനെ കിട്ടുള്ളൂ. കാരണം എന്താ, ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ കോൺവെക്സ് ലെൻസ് ഓഫ് വെരി സ്മോൾ ഫോക്കൽ ലെങ്ത്. അതുകൊണ്ട് തന്നെ ഇത് റീഡിംഗ് ലെൻസായിട്ട് കൈനോട്ടക്കാർ, പിന്നെ വാച്ച് മേക്കേഴ്സ്, ജ്വല്ലറി മേക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീരെ ചെറിയ വസ്തുക്കൾ, ഇപ്പോൾ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ ബയോളജി പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്ലാന്റ്സിൻ്റെ സെൽസൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഇല്ലേ, അത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ അവിടെ ഇത് പറ്റില്ല, തീരെ സ്മോളായിട്ടുള്ള വസ്തുക്കളെ കാണാൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് പറ്റില്ല. ഇത്രയും മനസ്സിലായിരിക്കുന്നു.
മാഗ്നിഫിക്കേഷന് നമ്മൾ എം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് എച്ച് ഡാഷ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എച്ച് എന്ന് പറയാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണെന്ത്, ഇത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ച്, ഇത് എച്ച് ഡാഷ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു ലീസ്റ്റ് ഡിസ്റ്റൻസ് ഡിയിൽ വയ്ക്കണം, 25 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഇനി ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡാഷ്. അപ്പോൾ നമ്മൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ അവർ ഐ. ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിള് ബൈ ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിള്, അതാണ് എന്ത് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തീറ്റ ഡാഷ് ആയിട്ട് എടുക്കുക, ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് തീറ്റ ഡാഷ് ബൈ തീറ്റ എന്നും പറയാം. മനസ്സിലായ? ഇമേജ് കണ്ണിൽ കണ്ടോ, ഇപ്പോൾ ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കിയ ആംഗിളാണ് തീറ്റ. ആംഗിൾ മെയ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് ടു ദ അൺഎയ്ഡഡ് ഐ, അതായത് മൈക്രോസ്കോപ്പ് വയ്ക്കാത്ത, ലെൻസ് വയ്ക്കാത്ത കണ്ണ്, ആ കണ്ണിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇനി മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ലെൻസ് വച്ച കണ്ടോ, കണ്ണിൻ്റെ മുമ്പിൽ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് ആ ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് തീറ്റ ഡാഷ് എന്ന് പറയണത്. അപ്പോൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. നോക്കൂ, ഇതാണ് തീറ്റ ഡാഷ്. തീറ്റ ഡാഷ് കണ്ടോ, ഇതാണ് തീറ്റ ഡാഷ്. നോക്കൂ, ഇതാണ് ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡാഷ് കണ്ടോ, അതായത് ഇത് തീറ്റ ഡാഷ്. തീറ്റ ഡാഷ് ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡാഷ്. ഇത് തീറ്റ ഡാഷ് ആണെങ്കിൽ ഇതും തീറ്റ ഡാഷ്, കാരണം ഈ രണ്ട് ലൈനും കൂടെ ഉണ്ടാവണമല്ലത്. അപ്പോൾ ഇത് തീറ്റ ഡാഷ് ആണെങ്കിൽ ഇത് തീറ്റ ഡാഷ്. ഇതാണ് എന്ത് ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഇമേജ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ ബൈ ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ. ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിൾ പറഞ്ഞാൽ ഈ മൈക്രോസ്കോപ്പ് വയ്ക്കാതെ അൺഎയ്ഡഡ് ഐ എന്ന് പറയും. ഉപകരണം കണ്ണിൽ വയ്ക്കാതെ ഒബ്ജക്റ്റ് കണ്ണിലുണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറയണത്. അപ്പോൾ ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു ദ ഐ. അപ്പോൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയണത്. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടത്.